ഫാമിൽ ഉള്ളൊരു അപൂർവ ഇനം നമ്മുടെ തൊടുപുഴ തന്നെ വളരെ അപൂർവമായിട്ട് കാണുന്നൊരു ചെടിയാണിത്. ഒരു പഴച്ചെടി ഫ്രൂട്ട്സാണിത്. ഇത് മൂട്ടിപ്പഴം എന്ന് പറയും. ഇത് പെൺ സസ്യമാണ്. അത് നമ്മൾ ഈ മൂട്ടിപ്പഴം നമ്മളിത് നട്ടു പരിപാലിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, ടോമിയേൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ്, ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടെങ്കിലൊക്കെ കായ്ക്കുള്ളൂ. താഴെ മെയിലുണ്ട്, ഈ പറമ്പിൽ തന്നെ ഒരു 10 മീറ്റർ മാറി മെയിലുണ്ട്. ഇത് ഫീമെയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് നിറച്ച് പൂത്തേക്കുവാണ്. ഇത് ശരിക്കും ഒരു പക്ഷേ നമ്മുടെ ഈ നാട്ടിലും വളരെ അപൂർവമായിട്ട് കാണുന്നത്. കാരണം പശ്ചിമഘട്ട മലനിരകളിലെ വനങ്ങളിലൊക്കെ സാധാരണ കാണുന്ന ഒരു കാട്ടിൽ കൂടെ ഉള്ള ഒരു സസ്യമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം നല്ലൊരു കർഷകനായതുകൊണ്ട് അദ്ദേഹം ഇത് രണ്ടും നട്ടു പരിപാലിച്ചു. ഇപ്പോൾ രണ്ടും പൂത്തിട്ടുണ്ട്. നല്ലപോലെ നല്ല ഈൽഡായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള പറ്റിയ ഒരു അന്തരീക്ഷവും ഒക്കെയാണ് ഇതിന് അദ്ദേഹം ചെയ്യുന്നത്. അതിന് നല്ലപോലെ പരിപാലനവും അതൊക്കെ വേനക്കൊക്കെ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മൂട്ടിപ്പഴം ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അല്ല തിന്നാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ടോമിയൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം. അദ്ദേഹത്തിന് സമീപിച്ചാൽ മതി. അപ്പോൾ പറ്റുമെങ്കിൽ നടുന്നു വരെ നേഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച് നടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയും. ഞാൻ ഇത്രയും ദിവസം ഇന്ന് വരുന്നോടം വരെ ഞാൻ ഓർത്ത് ഇത് എന്ത് നട്ടാലും പിടിക്കുന്നത്. പക്ഷേ മെയിൽ ആൻഡ് ഫീമെയിൽ നട്ടില്ലെങ്കിൽ, രണ്ടും നട്ടില്ലെങ്കിൽ ഇത് കായ്ക്കില്ല, പൂത്ത് നിൽക്കുള്ളൂ. കാരണം എനിക്ക് വേറൊരാളുടെ അനുഭവം ഉണ്ട്. നമ്മുടെ വേറെ കർഷകൻ, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മരമുണ്ട്. അത് പൂക്കുന്നുള്ളൂ, കായ്ക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വേണം. ഓക്കെ, ആദ്യം പെൺ മൂട്ടിപ്പഴത്തിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതാണ് ആൺ മൂട്ടിപ്പഴം. അതിന് ഒരു സീഡായിരുന്നു അതിൽ ഈ പൂവിൽ. ഇതുണ്ട്, അത് സീഡാണ്. ചെറിയ ഇതുണ്ട്, ഇത് പൂക്കളായിട്ട് അവന്. ഇതിൽ നിന്നൊക്കെ തേനീച്ചയുണ്ട്. അപ്പോൾ ഈ തേനീച്ച രാവിലെ വന്നിട്ടുണ്ട്. ചെറുതേനീച്ച, വൻതേനീച്ച ഇതിൽ ധാരാളം ഉണ്ട്. കൂടുതലും ചെറുതേനീച്ചയാണ്. പിന്നെ ഇദ്ദേഹം തേനീച്ച കർഷകനും കൂടെ ആയതുകൊണ്ടാണ് ഇതവിടെ ഉള്ളത്. അപ്പോൾ ഇത് പോളിനേഷൻ നടക്കുന്നുണ്ട് നല്ലപോലെ. ഇത് ഓർമ്മയുണ്ടോ, ഒരു 10 മീറ്റർ ഡിസ്റ്റൻസാണ് ഈ രണ്ട് മരങ്ങൾ തമ്മിലുള്ളത്. അപ്പം ഈ മൂട്ടിപ്പഴം ആണും പെണ്ണുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് വയ്ക്കുന്നവർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഈ പൂക്കൊല വരുന്നത്. ഇത് ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പൊഴിഞ്ഞു പോരുവാണ്, പൊങ്ങി നിൽക്കുമല്ലേ. ഇത് അങ്ങോട്ട് മരത്തിൻ്റെ ഹൈറ്റ് വരെ ഇങ്ങോട്ട് ഇത് പൂത്തേക്കുവാണ്, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇതാണ്. അപ്പം നമ്മളിത് കർഷകരാരെങ്കിലും ഇത് നടുന്നുണ്ടെങ്കിൽ ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രത്യേകിച്ച് നേഴ്സറിക്കാരോട് ചോദിച്ചിട്ട് നടുക. നല്ലപോലെ പോളിനേഷൻ ഉണ്ടല്ലേ. വേറൊരു കാര്യം ശ്രദ്ധിക്കണേ, ഒരു ഇത് എത്ര നാളത്തേക്കുണ്ട് ഇത്?